അതിപ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ചെന്നു തൊഴുതാൽ അപ്പോൾ തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്ന ഏക ശിവക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കൃഷ്ണഗിരി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 108 ശിവക്ഷേത്രങ്ങളിൽ 36-ാമതായി പറയുന്ന ഈ ശിവക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഉഗ്രമൂർത്തിയായ മഹാദേവൻ താണ്ഡവമാടി നിൽക്കുന്ന രൂപമാണ് ക്ഷേത്ര കവാടത്തിലുള്ളത്. ഇരുവശത്തും സുബ്രഹ്മണ്യനും ഗണപതിയും. ഖരമഹർഷി ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ച 3 ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേതെന്ന് പറയപ്പെടുന്നു. 7.5 പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഏകദേവൻ ആണ് ഏറ്റുമാനൂരപ്പൻ. കേരളത്തിലെ പ്രധാന കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും ഇത് തന്നെ. ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്ക അർപ്പിക്കുന്നു എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ലോകത്തിൻ്റെ ഏതു കോണിലിരുന്നും ഏറ്റുമാനൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ ഫലം ലഭിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടെ ആ ക്ഷേത്രത്തിലുള്ള കുളത്തിൽ സ്നാനം ചെയ്തു തൊഴുതാൽ കാശിയിൽ തൊഴുന്ന പുണ്യം ലഭിക്കുമെന്ന് പറയുന്നു. ഇനി ഈ ക്ഷേത്രത്തിലെ കെടാവിളക്കിനെ കുറിച്ച് പറയാം. ബലിക്കൽപുരയിലെ വലിയ ബലിക്കല്ലിനു മുമ്പിൽ ഉള്ള കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. വലിയ വിളക്കിൽ എണ്ണയൊഴിച്ച് നിറദീപം സാക്ഷിയാക്കി നൊന്തു വിളിച്ചാൽ ഏറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. വലിയ വിളക്കിൻ്റെ മൂടിയിൽ പിടിച്ചിരിക്കുന്ന മഷി കൊണ്ട് കണ്ണെഴുതുന്നത് എല്ലാവിധ നേത്രയോഗത്തിനും ശമനമായി കണ്ടുവരുന്നു. കൊല്ലവർഷം 720-ലാണ് വലിയ വിളക്ക് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. ഇനി ക്ഷേത്രത്തിൽ വലിയ വിളക്ക് സ്ഥാപിച്ചതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഒരു മൂശാരി ഒരു വലിയ തൂക്കുവിളക്കുമായി ക്ഷേത്രത്തിൽ വന്നു. ക്ഷേത്ര ഭാരവാഹികളെ കണ്ട് ഇത് അമ്പലത്തിലേക്ക് എടുക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾ പറഞ്ഞു, വിളക്ക് വാങ്ങിയാലും വെള്ളം ഒഴിച്ച് കത്തിക്കാൻ പറ്റുമോ? എണ്ണ വേണ്ടേ? ഇത് ക്ഷേത്രത്തിൽ തൂക്കിയാൽ ആരെങ്കിലും വന്ന് ഈ മംഗളദീപത്തിൽ എണ്ണ നിറച്ചോളുമെന്ന് ആ വന്നയാൾ പറഞ്ഞു. ഏറ്റുമാനൂരപ്പൻ വിചാരിച്ചാൽ എണ്ണയും വെള്ളവും ഇല്ലാതെ ഈ വിളക്ക് കത്തിയേക്കും. ഈ സംസാരത്തിനിടയിൽ ഉടനെ തന്നെ അകത്തു നിന്നൊരാൾ തുള്ളിക്കൊണ്ടുവന്ന് വിളക്ക് വാങ്ങി ബലിക്കപ്പുരയിൽ കൊണ്ടുപോയി തറച്ചു. ഈ സമയം ഭയങ്കരമായ ഇടിയും മിന്നലും ഉണ്ടായി. എല്ലാവരും ഭയന്ന് നാലമ്പലത്തിനുള്ളിൽ അഭയം തേടി. ഇടിയും മിന്നലും എല്ലാം മാറിയ ശേഷം നോക്കുമ്പോൾ നിറച്ചും എണ്ണയുമായി 5 തിരിയോടുകൂടി ആ വിളക്ക് പ്രകാശിച്ച് നിൽക്കുന്നു. മൂശാരിയെയും അകത്തു നിന്നിറങ്ങി വന്ന വെളിച്ചപ്പാടിനെയും പിന്നെ ആരും കണ്ടിട്ടില്ല. ഭഗവാൻ കൊളുത്തിയ ആ വലിയ വിളക്ക് ഇന്നും കെടാവിളക്കായി അവിടെ പ്രകാശം പരത്തുന്നു. 12 ദിവസം ഇവിടെ മുടങ്ങാതെ ദർശനം നടത്തിയാൽ ഏത് അഭീഷ്ടകാര്യവും സാധിക്കും എന്നാണ് ഉറച്ച വിശ്വാസം. വൃത്താകൃതിയിൽ പണിത് ചെമ്പുമേഞ്ഞ ശ്രീകോവിലിനുള്ളിലാണ് ഏറ്റുമാനൂരപ്പൻ. ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേറി വാഴുന്ന മഹാദേവൻ. അപസ്മാരത്തിന് നെയ്യും പഞ്ചഗവ്യവും സേവിച്ച് ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ രോഗം മാറും എന്നും ഭക്തർ വിശ്വസിക്കുന്നു. 3 രൂപത്തിൽ 3 വ്യത്യസ്ത ഭാവങ്ങളിൽ ശിവനെ ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയും. ഉച്ചവരെ അപസ്മാര യക്ഷനെ ചവിട്ടി മെതിക്കുന്ന ഉഗ്രരൂപവും ഉച്ചയ്ക്ക് ശേഷം അത്താഴപൂജ വരെ ശരഭാകൃതിയും അത്താഴപൂജ കഴിഞ്ഞ് നിർമാല്യം വരെ ശിവശക്തി രൂപവും ദർശിക്കാൻ കഴിയും. 3.5 അടിയോളം പൊക്കം വരുന്ന ഒരു ശിവലിംഗം. വില്വപത്രവും കൂവളത്തിൻ്റെ ഇലയാണ് വില്വപത്രം. തുമ്പപ്പൂവും കലർത്തി കെട്ടുന്ന ഹാരമാണ് ഭഗവാന്റെ അലങ്കാരം.
ശിവലിംഗത്തിന് മുമ്പിലുള്ള അഘോരമൂർത്തിയുടെ വിഗ്രഹത്തിന് 2.5 അടി പൊക്കമുണ്ട്. തനിത്തങ്കത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടാണ്. 8ാം ഉത്സവത്തിനാണ് 7.5 പൊന്നാന ദർശനം. തിരുവിതാംകൂറിലെ രാജഭരണകാലത്താണ് 7.5 പൊന്നാനകളെ നടക്കുവെച്ചത്. തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വന്ന ടിപ്പു സുൽത്താനെ തോൽപ്പിക്കാനായാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ 7.5 ആനകളെ നടക്കി വയ്ക്കാമെന്ന് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് നേർന്നു. പ്രാർത്ഥന ലഭിച്ചതിൻ്റെ ഫലമായി രാജാവ് 7143 കഴഞ്ച് സ്വർണം കൊണ്ട് 7.5 ആനകളെ ഉണ്ടാക്കി നടക്കി വച്ചു എന്നാണ് ഐതിഹ്യം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ശംഭോ മഹാദേവ.